പ്രൈസ് ദ ലോർഡ്. ബ്ലെസ്സിംഗ് കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കാകി സ്തോത്രം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലുമായിരുന്നു എന്ന് അറിയുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന വിഷയം ആത്മീയ ഓട്ടക്കളത്തിൽ ഓടുന്നവർക്ക് കിട്ടുന്ന പദവികൾ. നമ്മളെല്ലാം ആത്മീയ ഓട്ടക്കളത്തിൽ ഓടുന്ന ഓട്ടക്കാരാണ്. നമുക്ക് കിട്ടുന്ന പദവികൾ ഏനെന്ന് നമുക്ക് നോടണം. വെളിപ്പാട് 2-ാം അധ്യായം 7-ാമത്തെ വാക്യം, ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. അതായത് ആദാം ഹവ്വ പാപം ചെയ്ത് ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കാതെ തിന്നരുതെന്ന് പറഞ്ഞ ഫലം അവർ തിന്നു. അവർ തിന്നത് കാരണം ആ സമയം അവിടെ ജീവവൃക്ഷത്തിൻ്റെ ഫലം നിപ്പുണ്ടായിരുന്നു. അത് തിന്നിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും മരണം ഉണ്ടാകത്തില്ലായിരുന്നു. അവരത് തിന്നാതെ നന്മയും തിന്മയും തിരിച്ചറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലം അവർ തിന്നു. അവർ തിന്നപ്പോൾ അവരുടെ കണ്ണ് തുറക്കുകയും അവരുടെ ശരീരത്തിൽ തുണിയില്ല എന്നും വസ്ത്രമില്ല എന്നും അവർക്ക് മനസ്സിലാകുകയും ചെയ്ത് അവർ ഓടിപ്പോയി ഇലകളെല്ലാം കോർത്ത് അവർ തുണിക്ക് പകരം അവർ ഉപയോഗിക്കുകയും, അങ്ങനെ യഹോവയായ ദൈവം അവിടെ ഇറങ്ങി വരികയും ദൈവത്തിൻ്റെ കാലൊച്ച കേട്ട് അവർ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി പാത്തിരിക്കുകയും ചെയ്തു. അവിടെ പാത്തിരുന്നപ്പോൾ ആദാമിനെ ദൈവം വിളിക്കുകയാണ്. ആദാമിനെ ദൈവം വിളിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. പ്രിയ മക്കളെ, ദൈവം തിന്നരുതെന്ന് പറഞ്ഞ ഫലം അവർ തിന്നതുകൊണ്ട്, അവർ പാപം ചെയ്തതുകൊണ്ട് അവരെ തോട്ടത്തിന് വെളിയിലാക്കി അവരെ കെരൂബികളെ നിർത്തി. അവരിനിയും അകത്ത് കയറി ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്നുള്ള ഇതിൽ ഭയങ്കര ജ്വാല ഒടിയുന്ന ഭയങ്കര ചൂപ്പ് ഉള്ള കത്തിയുമായിട്ട് കെരൂബികളെ നിർത്തി. അവരിനിയും തിരിച്ച് അകത്ത് വരരുതെന്നുള്ള ഇതിൽ അങ്ങനെ അവർ വെളിയിലായിപ്പോയി. പ്രിയ മക്കളെ, ദൈവവും മനുഷ്യരുമായിട്ടുള്ള സംബന്ധം കളഞ്ഞുപോയി. അത് ഒന്നിക്കുന്നതിനാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത്. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് മനുഷ്യവർഗം പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ തേജസ് നഷ്ടപ്പെടുത്തിയത് കൊണ്ട് പാപികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത്. നമ്മുടെ പാപങ്ങളെയും രോഗങ്ങളെയും ശാപങ്ങളെയും അവൻ്റെ ശരീരത്തിൽ വഹിച്ചു. അവൻ്റെ അടിപ്പടലുകളാൽ നമുക്ക് ഓരോരുത്തർക്കും സൗഖ്യം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ യേശുവിനെ സ്വന്തം രക്ഷകനാക്കി സ്വീകരിച്ച് സത്യത്തിലും ആത്മാവിലും നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അതുപോലെ തന്നെ എബ്രായർ 12-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നമ്മൾ സ്ഥിരതയോടെ ഓടണം. പ്രിയ മക്കളെ, നമ്മൾ സ്ഥിരതയോടെ ഓടണം. ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കരുത്, പുറകോട്ട് നോക്കരുത്. നമ്മൾ ആ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട്, ആ ക്രൂശിനെ മാത്രം, എൻ്റെ പാപത്തിനു വേണ്ടി, എൻ്റെ രോഗത്തിനു വേണ്ടി, എൻ്റെ ശാപത്തിനു വേണ്ടി ക്രൂശിന്മേൽ മരിച്ച യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ നമ്മൾ ഓടണം. അങ്ങനെ ഓടി നമ്മൾ ജയിക്കിച്ച് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നമുക്ക് ദൈവം എന്ത് തരുമെന്നറിയാവോ? എന്ത് തരുമെന്ന് ചോദിച്ചാൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ തരും. അതായത് വെളിപ്പാട് 2-ാം അധ്യായം 7-ാമത്തെ വാക്യം, ജീവവൃക്ഷത്തിൻ്റെ ഫലം നമുക്ക് തിന്മാൻ തരും. അതുപോലെ തന്നെ സാത്താൻ ഓർത്തു, യേശുവിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ യേശു തോറ്റുപോയി, യേശുവിനെ ഇപ്പോൾ അവരെല്ലാവരും കൂടി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നെല്ലാം ഓർത്ത് സാത്താൻ അങ്ങനെ നിന്ന്
കക്കക്കാന്നുള്ള ഇതോടെ നകുത്ത് അവൻ ഭയങ്കര ചിരിച്ചോണ്ട് നിൽക്കുകയായിരുന്നു. എൻ്റെ യേശുവിൻ്റെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി രക്തം താഴെ വീണപ്പോൾ സാത്താൻ്റെ തല കൊണ്ടുവന്ന് യേശുവിൻ്റെ കാൽ കീഴെ വെച്ചു. ಈಗ സാത്താൻ്റെക്ക് തലയില്ല പ്രിയ മക്കളെ. അവൻ്റെ പല്ലുകളെല്ലാം കിശാന്ന് ചവിട്ടി ചെതറിച്ചു കളഞ്ഞു എൻ്റെ യേശു. എൻ്റെ യേശുവാണ്. അവൻ തോറ്റുപോയ ഒരു ശത്രുവാണ്. നമ്മുടെ യേശു ജയമെടുത്ത ദൈവമാണ്. ഒരു ശത്രുവാണ്. അതുപോലെ തന്നെ ചവിട്ടിയപ്പോൾ അവൻ്റെ പല്ലെല്ലാം പറഞ്ഞു പോയി. വെറും വാല് മാത്രം, അവൻ്റെ ശരീരം മാത്രമേ ഉള്ളൂ ആ ശരീരത്തിൽ. ആ ശരീരം കൊണ്ടാണ് ഈ ജനങ്ങളെയെല്ലാം വലിച്ചു കൂട്ടുവാനായിട്ട് അവൻ നോക്കുന്നത്. നിങ്ങൾ ഭയപ്പെടരുത്. ഒരു കാരണവശാലും സാത്താനെ ഭയപ്പെടരുത്. ഭയപ്പെടാതെ ഓടിക്കോ. ഓടി ജയിക്കുന്നവർക്ക് ഈ ഫലം തിന്മാനായിട്ട് ദൈവം നമുക്ക് വെച്ചിരിക്കുകയാണ്. എന്താ ഫലമാണ്? ജീവവൃക്ഷത്തിൻ്റെ ഫലം. ഈ ഫലം നമുക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഈ ഫലം വേണ്ടിയവരെ, ഈ ഫലം തിന്നേണ്ടിയവരെ ഓടിക്കോണം. അതുപോലെ തന്നെ നമ്മൾ ജയിച്ച് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ജയിക്കുന്നവന് രണ്ടാമത്തെ മരണമില്ല. ഒന്ന്, ജീവവൃക്ഷത്തിൻ്റെ ആത്മീയ ഓട്ടക്കളത്തിൽ ഓടുന്നവർക്ക് ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ തരും. രണ്ടാമത്, ജയിക്കുന്നവന് രണ്ടാമത്തെ മരണമില്ല. പ്രിയ മക്കളെ, നമ്മൾ ജയിക്കണം. നമ്മൾ ഓടി ജയിക്കണം. പ്രിയ മക്കളെ, ഭാരമുള്ള യാതൊന്നും അവരുടെ ശരീരത്തിൽ കാണത്തില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പാപവും ഭാരവും വിട്ട് നമ്മൾ ഓടണം. ഓടി നമ്മൾ എങ്ങനെയെങ്കിലും ജയിക്കണം. ജയിച്ചാൽ നമുക്ക് രണ്ടാമത്തെ മരണമില്ല. അതായത് 21-ാം അധ്യായം 8-ാമത്തെ വാക്യം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഫോഷ്ക പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്യയിലത്രേ. അത് രണ്ടാമത്തെ മരണം. പ്രിയ സഹോദര സഹോദരി, 2 മരണമുണ്ട്. കർത്താവായി യേശുവിനെ സ്വന്തം രക്ഷകനാക്കി സ്വീകരിച്ച് ദൈവത്തിനു വേണ്ടി പരിശുദ്ധമായി ജീവിക്കുന്നവർക്ക് ഒരു മരണമേ ഉള്ളൂ. നമ്മൾ ഈ ജഡത്തിൽ നമ്മൾ മരിക്കുന്നു. നമുക്ക് ആ ഒരു മരണമേ ഉള്ളൂ. അതേസമയം കർത്താവായി യേശുവിനെ സ്വന്തം രക്ഷകനാക്കി സ്വീകരിക്കാതെ തോന്നിവാസം ജീവിച്ച് തോന്നിവാസം നടക്കുന്നവർക്ക് 2 മരണമുണ്ട്. ഒന്ന്, അവരുടെ ശരീരം വിടുന്ന മരണം. 2, തീ പൊയ്യ. അത് എങ്ങനെയുള്ളവർക്കാണെന്ന് നോക്കിയേ. ഭീരുക്കൾ. നമ്മൾ ഒരു കാരണവശാലും ഭീരുവാകരുത്. ഭീരുക്കൾ, അവിശ്വാസികൾ. നമ്മളെപ്പോഴും വിശ്വാസത്തോടുകൂടെ ജീവിക്കണം. അവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ. ശ്രദ്ധയിട്ട് കേട്ടോണം, എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ദുർനടപ്പ്, അങ്ങനെയുള്ളവർ ദയവിട്ട് ഇന്ന് തന്നെ അതിൽ നിന്നും വിരമിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ക്ഷുദ്രക്കാർ. ഞാൻ അവർക്ക് കൂടോത്രം ചെയ്യും, ഇവർക്ക് കൂടോത്രം ചെയ്യും, അവർ നശിച്ചു പോകണം, ഇവർ നശിച്ചു പോകണം. അയ്യോ, അതെല്ലാം വിട്ട് ബിംബാരാധികൾ. നമ്മൾ ബിംബത്തെ വെച്ച് ആരാധിക്കരുത്. യേശു ക്രിസ്തുവിൻ്റെ ആയാലും ശരി, മറിയയുടെ ആയാലും ശരി, ജോസഫിൻ്റെ ആയാലും ശരി, ആരുടെയും ബിംബത്തെ വെച്ച് നമ്മൾ ആരാധിക്കരുത്. അത് തന്നെയുമല്ല, ബിംബാരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാട്ടിലും കൂടുതൽ നമ്മൾ ആരെ സ്നേഹിക്കുന്നോ അത് ബിംബാരാധനയാണ്. നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കുന്നെങ്കിൽ അത് ബിംബാരാധനയാണ്. നിന്റെ ഭർത്താവിനെ നീ സ്നേഹിക്കുന്നെങ്കിൽ അത് ബിംബാരാധനയാണ്. നിന്റെ മക്കളെ നിങ്ങൾ ദൈവത്തെക്കാട്ടിലും കൂടുതൽ സ്നേഹിക്കുന്നെങ്കിൽ അത് ബിംബാരാധനയാണ്. നീ എന്തിനെ സ്നേഹിക്കുന്നോ, നിന്റെ സ്വർണത്തെ നീ സ്നേഹിക്കുന്നോ, നിന്നെ തന്നെ നീ സ്നേഹിക്കുന്നോ, നീ എന്ത് സ്നേഹിച്ചാലും ദൈവത്തെക്കാട്ടിലും കൂടുതൽ ഒന്നിനെയും സ്നേഹിക്കാൻ പോകരുത്. എന്തിനെ സ്നേഹിച്ചാലും അത് ബിംബാരാധനയാണ്. ബിംബാരാധികൾ, ഫോഷ്ക പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്യയിലത്രേ. അത് രണ്ടാമത്തെ മരണം. പ്രിയ മക്കളെ, നമുക്ക് രണ്ടാമതുള്ള മരണം വേണ്ട. ജയിക്കുന്നവന് രണ്ടാമത്തെ മരണം ഇല്ല. ഫസ്റ്റ് ജീവവൃക്ഷത്തിൻ്റെ
ഫലം തിന്നാനായിട്ട് തരും. 2, നമുക്ക് രണ്ടാമത്തെ മരണമില്ല. 3, ജയിക്കുന്നവന് മന്ന തിന്നാൻ കൊടുക്കും. വെളിപ്പാട് 2-ാം അധ്യായം 17-ാമത്തെ വാക്യം. മന്നയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരും, ഇസ്രായേൽ മക്കൾ മരുഭൂമി യാത്രയിൽ ദൈവം അവർക്ക് തിന്നാനായിട്ട് ആകാശത്തു നിന്നും മന്ന വർഷിപ്പിച്ചു കൊടുത്തു. ആ മന്ന നല്ല ദോശ, നല്ല തേനിനകത്ത് മുക്കി തിന്നുന്ന ടേസ്റ്റുള്ള മന്നയാണ് അവർക്ക് കൊടുത്തത്. എന്നാൽ പുതിയ നിയമ കാലം വന്നപ്പോൾ ഇസ്രായേൽ മക്കളായ നമ്മക്ക്, ഈ പുതിയ നിയമം ഇസ്രായേലായ നമുക്ക് ഇപ്പോൾ ദൈവത്തിൻ്റെ വാക്യമാണ് മന്ന. ദൈവത്തിൻ്റെ വാക്യം എന്നിലും ഞാൻ ദൈവത്തിലും വസിക്കണം. ദൈവത്തിലും വസിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടത്തുള്ളൂ. നമ്മൾ ഓരോരുത്തരും മന്ന ആകുന്ന വാക്യം വായിച്ച് നമ്മൾ ശക്തി പ്രാപിക്കണം. ആ പരിശുദ്ധാത്മന ശക്തി നമുക്ക് ലഭിക്കണമെന്ന് വരികിൽ നമ്മൾ മന്നയാകുന്ന വാക്യം വായിക്കുകയും ധ്യാനിക്കുകയും അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭയങ്കര ശക്തി ലഭിക്കും. ഈ ലോകത്തിലും സ്വർഗരാജ്യത്തിലും വചനമാണ് ദൈവമക്കളുടെ ആഹാരം. പ്രിയ മക്കളെ, നമ്മുടെ ആഹാരം നമ്മുടെ വാക്യമാണ്. ഈ വാക്യമാകുന്ന ആഹാരം നമുക്കില്ല എങ്കിൽ നമ്മൾ വാടി തളർന്ന സാത്താന് ബന്ധനസ്ഥരായി നമ്മൾ ഓരോരുത്തരും മാറ്റപ്പെടും. വാക്യം വായിച്ച് നമ്മൾ ഓരോരുത്തരും ശക്തി പ്രാപിക്കണം. ശക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടത്തുള്ളൂ. ഈ വാക്യം എപ്പോഴും നമ്മുടെ വായിലുണ്ടായിരിക്കണം. വാക്യം വായിലുണ്ടെങ്കിൽ നമുക്ക് എത്ര സന്തോഷം ലഭിക്കുമെന്ന്, ഏത് കഷ്ടങ്ങളുടെ നടുവിലും, ഏത് പ്രയാസങ്ങളുടെ നടുവിലും, ഏത് ബുദ്ധിമുട്ടുകളുടെ നടുവിലും, കടഭാരങ്ങളുടെ നടുവിലും നിങ്ങളുടെ വായിൽ എപ്പോഴും വാക്യം ഉണ്ടായിരിക്കണം. കടം വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ തൂങ്ങിപ്പിടിച്ച് ഒരിടത്തിരിക്കാൻ പോകരുത്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം, അതായത് ഫിലിപ്പിയൻസ് 4-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, എൻ്റെ ദൈവമോ തൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പൂർണ്ണമായും, സ്വല്പമല്ല പൂർണ്ണമായും തീർത്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വാക്യത്തെ കൊണ്ട് പിടിച്ചത് നിനക്ക് കടവിരുപോതോ, നിനക്ക് ഭയങ്കര കടവായിരിക്കാം. ഈ വാക്യത്തെ പിടിച്ച് പ്രാർത്ഥിക്കുകയും ഭാര്യയും ഭർത്താവും കൈ പിടിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്ര സന്തോഷം വരുമെന്ന്. അതുപോലെ തന്നെ നീ രോഗിയായിരിക്കാം, നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ച് സകല രോഗങ്ങളെയും, 1 രോഗമല്ല 2 രോഗമല്ല, സകല രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ ശക്തവാനായ ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം വാക്ക് മാറാത്ത ദൈവമാണ്. ഒരിക്കലും വാക്ക് മാറത്തില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഓരോ വാക്യങ്ങളും അത് കറക്റ്റാണ്. നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കിക്കേ, നിങ്ങൾ അതിന് പ്രകാരം ഒന്ന് ജീവിച്ചു നോക്കിക്കേ, നിങ്ങളെ എത്രമാത്രം ദൈവം അനുഗ്രഹിക്കുമെന്ന് നിങ്ങൾക്ക് അന്നേരം മനസ്സിലാകും. അതുപോലെ തന്നെ വെളിപ്പാട് 3-ാം അധ്യായം 5-ാമത്തെ വാക്യം, അത് പരിശുദ്ധതയെ കാണിക്കുന്നതാണ്. ഞാൻ പരിശുദ്ധനായ പ്രകാരം നിങ്ങളും പരിശുദ്ധരാകുവാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പ്രിയ മക്കളെ, നമ്മൾ പരിശുദ്ധമായി ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് ചേരാനായിട്ട് സാധിക്കും. നമ്മൾ ഓട്ടക്കാരാണ്, നമ്മൾ ഓടി ജയിക്കണം. ആ ജയിക്കണമെന്ന് വരികിൽ നമ്മളിൽ എന്തുണ്ടായിരിക്കണം? പരിശുദ്ധത ഉണ്ടായിരിക്കണം. പരിശുദ്ധതയില്ലാതെ ആർക്കും ദൈവത്തെ കാണുവാൻ സാധ്യമല്ല. നീ ദൈവത്തെ കാണണമെന്ന് വരികിൽ, നീ ദൈവസന്നിധിയിൽ ചെല്ലണമെന്ന് വരികിൽ, നീ ദൈവത്തോട് അടുത്ത് ചെല്ലണമെന്ന് വരികിൽ നീ ആരായിരിക്കണം? പരിശുദ്ധതയുള്ളവരായിരിക്കണം. പരിശുദ്ധത. അതുപോലെ തന്നെ വെളിപ്പാട് 3-ാം അധ്യായം 12-ാമത്തെ വാക്യം, ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ തൂണാക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ആലയം ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളാണ് ദൈവത്തിൻ്റെ ആലയം. ദൈവമക്കളെല്ലാവരും ചേരുന്നതാണ് സഭ. നമ്മളെ ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ള ഒരു തൂണാക്കി
ഉപയോഗിക്കും. ആത്മാവിൻ്റെ വരങ്ങളും ഫലവും ഉള്ളവരായി സഭയ്ക്കും ദൈവത്തിനും പ്രയോജനമുള്ളവർ ആകുബേക്കും. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് പ്രയോജനമുള്ളവരായിരിക്കണം, മനുഷ്യർക്ക് പ്രയോജനമുള്ളവരായിരിക്കണം. ദൈവമക്കളെ നമ്മൾ സഹായിക്കുക. നമുക്കുള്ള സകല ദശാംശവും ദൈവസന്നിധിയിൽ കൊടുക്കുക. അതായത് മലാക്കി 3:10 എന്താണ് പറയുന്നത്? എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? കർത്താവായ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ്. ദൈവത്തെ പരീക്ഷിച്ചു നോക്കാൻ ഇത്രയും വാക്യമുള്ളതിൽ ഈ പുസ്തകത്തിൽ ദൈവത്തെ പരീക്ഷിച്ച് നോക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പുസ്തകത്തിൽ മാത്രമേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അത്രയുമേ വായിച്ചിട്ടുള്ളൂ. ദൈവത്തെ പരീക്ഷിച്ച് നോക്കുക. എന്താണ്? കൊടുത്തു നോക്കാനും ഞാൻ അനുഭവസ്ഥയാണ്. ഞാനിപ്പോഴും ദൈവത്തിന് വേണ്ടി കൊടുത്തിട്ടല്ലാതെ ബാക്കി പൈസ എൻ്റെ കൈ കിട്ടുന്നതിൻ്റെ ദശാംശം ദൈവത്തിന് മാറ്റി വെച്ചിട്ട് മാത്രമേ ഞാൻ ബാക്കി പൈസ ഉപയോഗിക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവം എന്നെ ദിവസത്തിന് ദിവസം എന്നെ അനുഗ്രഹിക്കുന്നത്. നിങ്ങളെ ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ കൊടുത്തു നോക്കാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കൊടുത്തു നോക്കാൻ. നിങ്ങൾ എത്രയോ പാവപ്പെട്ട ദൈവദാസന്മാരുണ്ട്. ഈ TV പ്രോഗ്രാമൊന്നും ചുമ്മാതെ വരുന്നതല്ല, രൂപ മുടക്കി കഷ്ടപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അലമാരിക്കകത്ത് എത്രയോ രൂപ വെച്ചുകൊണ്ടിരിക്കുന്നു, എന്തുമാത്രം രൂപ അവിടെ ഇവിടെ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദൈവവേല ചെയ്യുന്നവർക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ട് ഏതെല്ലാം വില്ലേജുകളിൽ പോയി ദൈവത്തെ മറ്റുള്ളവരോട് പറയുകയും അവരുടെ ചീത്ത കേൾക്കുകയും അവരുടെ അടി കൊള്ളുകയും എല്ലാം ചെയ്താണ് ഞങ്ങൾ ഓരോരുത്തരും കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം എന്നാന്ന് ചോദിച്ചാൽ മറ്റുള്ളവർ നമ്മളെ ദുഷിക്കുകയും പഴിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിനെക്കുറിച്ച് അനാവശ്യങ്ങൾ പറയുമ്പോൾ ദൈവം അവരോട് ഇടപെടട്ടെ. നമ്മളൊന്നും തിരിച്ചു പറയാനോ വഴക്കുണ്ടാക്കാനോ പോകരുത്. ദൈവം അവരോട് ഇടപെടണം. അതുപോലെ തന്നെ ജയിക്കുന്നവന് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ തൂണാക്കും. ഇങ്ങനെ ദൈവത്തിന് വേണ്ടി കൊടുക്കുകയും ദൈവത്തിൻ്റെ വേല ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയെ ദൈവം ഒരു തൂണാക്കി ഉപയോഗിക്കും. അത് നിങ്ങളുടെ സഭയിലും ഒരു തൂണാക്കും, ദൈവത്തിൻ്റെ സന്നിധിയിലും ഒരു തൂണാക്കും. വെളിപ്പാട് 3:21 ജയിക്കുന്നവൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ വരം നൽകും. പ്രൈസ് ദി ലോർഡ്. വോട്ടും ഇലക്ഷനും ഒന്നും വേണ്ട, അടിയും പിടിയും ഒന്നും വേണ്ട. എൻ്റെ ദൈവത്തോടു കൂടെ നടന്ന് അവൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ ജീവിക്കുന്നു. അവർക്ക് ഒരുക്കിയിട്ടിരിക്കുന്നതാണ് സിംഹാസനം. അതിൽ നീ അവിടെ താഴെ ഇരിക്കെ, നീ ആ ജാതിക്കാരനാണ്, ഈ ജാതിക്കാരനാണ്, നീ പാവപ്പെട്ടവനാണെന്ന് എൻ്റെ ദൈവം പറയത്തില്ല. എൻ്റെ ദൈവം എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത്. അതിലിരിക്കുന്ന സമയം ഏറ്റവും അടുത്ത് വന്നിരിക്കുകയാണ് മക്കളെ. ഇതാ യേശു വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശബ്ദം കേട്ടെ ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവരോടുകൂടെ അത്താഴം കഴിക്കും, അവരെന്നോടുകൂടെ അത്താഴം കഴിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയ മക്കളെ, നമ്മൾ ദൈവസന്നിധിയിൽ സ്വർഗരാജ്യത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവർ ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക. ഞാൻ എൻ്റെ ദൈവത്തോട് കൂടെ ജീവിക്കും. എൻ്റെ ദൈവത്തിന്, എൻ്റെ യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ രക്ഷകനാക്കി സ്വീകരിക്കും. എൻ്റെ പാപങ്ങളെല്ലാം ഞാൻ ഏറ്റുപറഞ്ഞ് ദൈവമകളായി ജീവിക്കും. എനിക്കും എൻ്റെ യേശുവിനോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കണം എന്നുള്ളൊരാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരുങ്ങാത്തവർ ഇപ്പോൾ തന്നെ ഒരുങ്ങുക. നിങ്ങളുടെ വിളക്കിൽ എണ്ണ ഉണ്ടായിരിക്കണം. എണ്ണയുമായി കാത്ത കന്യകന്മാരോട് തുല്യം പ്രിയൻ്റെ അരവിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും കാക്കുക. നമ്മുടെ ദീപത്തിൽ, നമ്മുടെ വിളക്കിൽ എണ്ണയുണ്ടോ?
എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലാമ നീതി നീ ധരിച്ചിട്ടുണ്ടോ? നിർമ്മലാമ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണ്ണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? പ്രത്യാശയോടിത ഭക്തരങ്ങുണേരും നേ വന്നുദിക്കും പൊന്നുഷ ഓർക്കും തോറിൻ്റെ മ്യാ. പ്രിയ മക്കളെ, നമ്മുടെ വിളക്കിൽ എണ്ണയുണ്ടോ? നിർമ്മലമായ വസ്ത്രം, വെണ്മയേറിയ വസ്ത്രമാണോ നമ്മൾ ധരിച്ചിരിക്കുന്നത്? നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കുക. കറ, ചുളുക്കം, മാലിന്യം ഒന്നും നമ്മുടെ വസ്ത്രത്തിൽ കാണരുത്. അതുപോലെ തന്നെ യെശയ്യാവ് 9-6 നമ്മുടെ യേശു ക്രിസ്തു അത്ഭുത മന്ത്രിയാണ്. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. 12 കൊട്ട നിറച്ചെടുത്തു. ഇന്നത്തെ മന്ത്രിമാരുടെ കയ്യിൽ അത് കിട്ടിയാൽ അവരുടെ വയറ്റിലോട്ട് ഇടുക അല്ലാതെ അവർ വേറെ ആർക്കും കൊടുക്കത്തില്ല. അതേസമയം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അത്രയും ജനങ്ങൾക്ക് 5000 എന്ന് പറഞ്ഞാലും 5000 ആണുങ്ങൾ എല്ലാ ചർച്ചുകളിലായാലും ശരി, എല്ലാ സഭകളിലായാലും ശരി, പെണ്ണുങ്ങൾ, സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടെ നോക്കിയാൽ, പിള്ളേർക്കും സ്ത്രീകൾക്കും മക്കൾക്കും എല്ലാം നോക്കിയാൽ ഒരു 25,000 ജനമെങ്കിലും ആഹാരം കഴിച്ചു കാണും. കഴിച്ച് 12 കൊട്ട ബാക്കി ശേഷിച്ചു. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം രാജാവായിട്ട് ഈ ലോകത്തിലേക്ക് വരുന്ന സമയം അടുത്തിരിക്കുകയാണ്. പ്രിയ മക്കളെ, പ്രിയ സഹോദര സഹോദരി, നമ്മൾ ഓരോരുത്തരും ആ ദൈവത്തോടുകൂടെ വസിക്കുവാൻ, ആ ദൈവത്തോടുകൂടെ ജീവിക്കുവാൻ ഒരുക്കമുള്ളവരായി നമ്മൾ ഇരുന്നാൽ നമ്മളെ ദൈവം എല്ലാ വിധത്തിലും അനുഗ്രഹിക്കും. ഒന്നായത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ ദൈവം കൊടുക്കും. രണ്ടാമത്തെ മരണം നമുക്കില്ല. ജയിക്കുന്നവന് മന്ന തിന്നാൻ കൊടുക്കും. 4 വെള്ള ഉടുപ്പ് ധരിപ്പിക്കും. 5 ജയിക്കുന്നവനെ ഞാൻ എൻ്റെ തൂണാക്കും. 6 ജയിക്കുന്നവന് എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ വരം നൽകും. അത് തന്നെയുമല്ല, ദൈവം നമ്മുടെ പേര് വെള്ളക്കല്ലിൽ എഴുതി പുതിയ പേര് നമുക്ക് തരും. യാക്കോബ്, അവൻ യാബോക്ക് നദീതീരത്തിരുന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് അവൻ ഒരു ദൂതനുമായിട്ട് മൽപ്പിടുത്തം പിടിച്ച് അവൻ്റെ കാലിൻ്റെ കീഴെ തപ്പിച്ച് അവൻ്റെ നരമ്പ് തെറ്റിച്ചിട്ട് പോലും അവൻ വിട്ടില്ല. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞു. പ്രിയ മക്കളെ, അതുപോലെ നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് സ്വർഗത്തിൽ വെള്ളക്കല്ലിന്മേൽ എഴുതിയ പുതിയ പേരും തരും. പുതിയ പേര് നമുക്ക് ഓരോരുത്തർക്കും തരും. ഇന്ന് നിങ്ങളെ സാജനെന്ന് വിളിക്കുന്നെങ്കിൽ, അല്ലെ സജീന്ന് വിളിക്കുന്നെങ്കിൽ, അല്ലെ സണ്ണീന്ന് വിളിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ വർഗീസ് എന്ന് വിളിക്കുന്നെങ്കിൽ, അവിടെ ചെല്ലുമ്പോൾ വേറെ പുതിയ പേരാണ് നമുക്ക് തരുന്നത്. ആ പുതിയ പേര് വേണ്ടിയവരെ, ദൈവത്തോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരെ, ഞാൻ ഈ ലോകത്തിലും ആ ലോകത്തിലും ഒരു തൂണായിരിക്കണം, ഞാൻ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്നവനായിരിക്കണം എന്നൊരാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വേണം. അതുപോലെ തന്നെ മന്നയാകുന്ന വാക്യം നമ്മൾ വായിക്കുകയും അത് ഗ്രഹിക്കുകയും അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അതുപോലെ തന്നെ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്നവരായിരിക്കണം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഞാനിവിടെ നടന്ന ഒരു സംഭവം പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യന്, ഒരു 10-40 വയസ്സുണ്ടൊരു മനുഷ്യന് ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. അവർ എല്ലാവരും, അവരുടെ അടുത്തുള്ളവരും അവരുടെ എല്ലാവരും എന്നോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരാൾ അഡ്മിറ്റായിട്ടുണ്ട്, ഭയങ്കര ക്ഷീണവും, എഴുന്നേക്കാൻ പറ്റുന്നില്ല, തല പൊട്ടിപ്പോകുന്ന തലവേദന, ഭയങ്കര കഷ്ടം, കഴിക്കുന്നില്ല, കുടിക്കുന്നില്ല, ആൻറ്റി ഒന്ന് വന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ ഇവിടുന്ന് 2-3 പിള്ളേരെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ അവിടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ച്
ഞാൻ കൈയെടുത്തില്ല. അതിനു മുമ്പേ ഞാൻ ചോദിച്ചു തലവേദനയുണ്ടോ തപ്പി നോക്കാൻ പറഞ്ഞു. അവൻ തലയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കിയിട്ട് ഇല്ല, എൻ്റെ തലവേദന പോയെന്ന് പറഞ്ഞു. നമ്മുടെ ദൈവം ആരാണ് മക്കളെ? ഞാൻ അവിടുന്ന് എൻ്റെ കയ്യിൽ നിന്ന് രൂപ എടുത്ത് എൻ്റെ കൂടെ വന്ന പിള്ളേരുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു പോയി ഇഡ്ഡലിയും വടയും മേടിച്ചുകൊണ്ട് വന്ന് കൊടുക്കാൻ പറഞ്ഞു. കൊണ്ടുവന്ന് കൊടുത്തു. എൻ്റെ മുമ്പിൽ ഞാനത് കഴിപ്പിച്ച്, അതിനുവേണ്ടി പ്രാർത്ഥിച്ചവരെ കഴിപ്പിച്ച്, ഞാൻ പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്ന് നോക്കിയിട്ട് അസുഖം ഒന്നും കാണുന്നില്ല, നിനക്ക് ഡിസ്ചാർജ് എന്ന് പറഞ്ഞു. നമ്മുടെ ദൈവം ആരാണ്? ജീവിക്കുന്ന ദൈവമാണ്. ഈ ഞായറാഴ്ച അവൻ ചർച്ചിൽ വന്ന് സാക്ഷി പറഞ്ഞു. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല. നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും, എന്ത് കഷ്ടമുണ്ടെങ്കിലും ദൈവസേനയിൽ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നിങ്ങൾ മുട്ടുകുത്താൻ പറ്റുന്നവർ മുട്ടുകുത്തുക. ഒരു കൈ നിങ്ങളുടെ വേദനയുള്ള ഭാഗത്ത് മുട്ടുക, ഒരു കൈ മേളിലോട്ട് ഉയർത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരുണാസമ്പന്ന നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന മക്കളുമായിട്ട് നിൻ്റെ അടുത്ത് വരുന്നപ്പ അവരുടെ എല്ലാ ആവശ്യ ഭാരങ്ങളും നീ അറിയുന്നുണ്ടപ്പ. നീ കൈവിടല്ലപ്പ. ഒരിക്കലും നെച്ചുവാൻ നീ സമ്മതിക്കല്ലപ്പ. തളർന്നും ക്ഷീണിച്ചു പോകാൻ നീ സമ്മതിക്കല്ലപ്പ. നിനക്ക് വേണ്ടി ജീവിക്കുന്ന മക്കളും നിനക്ക് വേണ്ടി ജീവിക്കുന്ന ആയുധങ്ങളും ആക്കി തീർക്കണമേ അപ്പച്ച. എത്രയോ ജനങ്ങൾ സമാധാനമില്ല, സന്തോഷമില്ലാതെ കഴിയുന്നല്ലപ്പ. അവർക്ക് നീ ശാന്തി സമാധാനം കൊടുക്കണമേ. നിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കാൻ സ്തോത്ര. നിൻ്റെ വരവിങ്കൽ പ്രത്യാശയോടുകൂടെ മേങ്ങളിൽ എടുക്കപ്പെടുവാൻ നീ ഓരോരുത്തരെ ഇടയാക്കണമേ അപ്പ. കർത്താവേ, നീ വരുമ്പോൾ ഞാൻ നിന്നെ അറിയുന്നില്ല എന്നൊരു ശബ്ദം കേൾപ്പാൻ ഇടയാക്കരുതപ്പ. നീ അവിടുന്ന് പ്രവർത്തിക്കണമേ കർത്താവേ. അപ്പ, കാൻസർ രോഗത്താലെ, പരാലിസിസ് രോഗത്താലെ, ട്യൂമർ രോഗത്താലെ ഹാർട്ട് പേഷ്യൻ്റ് ആകി എത്രയോ ജനങ്ങൾ നരളാടുത്തായിതേപ്പ. അവരെ നീ അനുഗ്രഹിക്കണമേ, അവരെ നീ തൊടണമേ അപ്പ. പരിശുദ്ധാത്മനെ നീ തൊടണമേ. അവർക്ക് ശാന്തി സമാധാനം കൊടുക്കണമേ. വീട് പണി പൂർത്തിയാകാത്തവരുടെ വീട് പണി പൂർത്തിയാക്കി കൊടുക്കണമേ. കല്യാണം നടക്കാത്ത മക്കളുടെ കല്യാണം നടത്തി കൊടുക്കണമേ. മക്കളില്ലാത്തവർക്കും മക്കളെ കൊടുക്കണമേ. കടഭാരത്താൽ കഷ്ടപ്പെടുന്നവരുടെ കടഭാരം നീ മാറ്റിക്കൊടുക്കണമേ കർത്താവേ. കൈവിടല്ലപ്പ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ കർത്താവേ. അപ്പച്ച, എല്ലാ പാസ്റ്റർമാരെ, അച്ഛന്മാരെ, ഇവാഞ്ചലിസ്റ്റുകളെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. ദൂരത്തും ചാർത്തുമായിരിക്കുന്ന എല്ലാ മക്കളെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. നീ അനുഗ്രഹിക്കണമേ. നിന്റെ കർത്താവേ, ആര് ഭരണത്തിൽ വരണമെന്നുള്ളത് നിനക്കറിയാവപ്പ. എല്ലാം നിന്റെ ഹിതം, നിന്റെ ഇഷ്ടമപ്പ. ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വയ്ക്കുന്നപ്പ. ഞങ്ങൾക്ക് ഒന്നുമില്ലപ്പ. എല്ലാം നീ അറിയുന്നപ്പ. കർത്താവേ, നീ പ്രവർത്തിക്കണമേ. നീ പ്രവർത്തിക്കണമേ കർത്താവേ. അപ്പച്ചാ, നിന്റെ മക്കൾക്ക് വേല ചെയ്യണമപ്പ. നിന്നെ സ്തുതിക്കണമപ്പ. നിന്നെ ആരാധിക്കണമപ്പ. യേശുവേ, നിനക്ക് സ്തോത്രപ്പ, സ്തോത്ര. അതുപോലെ ജയിലിൽ കഴിയുന്ന എല്ലാ ജയിൽ അധികാരികളെയും നീ അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാ കർത്താവേ അപ്പ, ജയിൽ പുള്ളികളോട് നീ ഇടപെടണമേ അപ്പ. അവർ വേഗം വിടുതലാകുവാൻ നീ സഹായിക്കണമേ കർത്താവേ. ആശുപത്രിയിൽ കഴിയുന്ന എല്ലാ രോഗികളെയും നീ അനുഗ്രഹിക്കണമേ. കൈവിടല്ലപ്പ. എല്ലാ പോലീസ് അധികാരികളെയും നീ അനുഗ്രഹിക്കണമേ. എല്ലാ ഡോക്ടർമാരെ, നേഴ്സുമാരെ നീ അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പാർക്കുന്ന സുവിശേഷ വേലകളെ, സുവിശേഷ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണമേ. സുവിശേഷ എല്ലാ രാജ്യങ്ങളിലും എത്തിച്ചേരുമ്പോൾ നീ വേഗം വരുന്ന ദൈവമാകിയാൽ സ്തോത്രം കർത്താവേ. സ്തോത്രപ്പച്ച, 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 സ്തോത്ര കർത്താവേ. നീ കൈവിടല്ലപ്പ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ സഭയെയും ഞങ്ങളുടെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.